എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിൽ കുമളിക്കടുത്ത് അട്ടപ്പള്ളം എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു ആശ്രമത്തിൽ വന്നതാണ്. ഈ ആശ്രമത്തിലെ ഒരു അംഗമായ സിസ്റ്ററിനെ കാണുവാനായിട്ടിടയായി. ഇന്ന് ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ആരംഭവും അതോടൊപ്പം തന്നെ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു സേവനം തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സിസ്റ്ററെ ഗോസ്പൽ TV UP എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സിസ്റ്റർ പ്രശോഭ. എൻ്റെ നാട് അങ്കമാലി, എറണാകുളം ജില്ല അങ്കമാലിലാണ്. ചമ്പന്നൂർ എന്ന് പറഞ്ഞ ഇടവക. എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചും ഞങ്ങൾ 7 മക്കൾ, 5 പെണ്ണ് 2 സിസ്റ്റർ ഇങ്ങനെ ഈ ഒരു ദൈവിക വേലയിലേക്ക് വരാനുള്ള ഒരു പശ്ചാത്തലം ഒന്ന് പറയാമോ? എന്താണ് അതിൻ്റെ ഒരു കാരണം? ഇത് തുടക്കം വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ ഇപ്പോൾ അമ്മ പാവങ്ങളോട് ഒരുപാട് കരുണ കാണിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നാട്ടിൻപുറം ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ചക്ക കിട്ടിയാൽ അത് പല കഷ്ണങ്ങളാക്കി ചുറ്റുവട്ടം കൊടുക്കണം. പിന്നെ ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നത് എന്തെങ്കിലും പൈസക്കാരി അങ്ങനെ എന്തെങ്കിലും ആണല്ലോ. പക്ഷെ അമ്മ ചെയ്യുന്നത് അത് കൊടുക്കുന്നതോടൊപ്പം തന്നെ എപ്പോഴാണോ വരുന്നത്, ഇപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ച, അപ്പോൾ ഉള്ളേന്ന് ഉച്ച ഭക്ഷണം കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. പിന്നെ പ്രാർത്ഥന, കൃത്യ ടൈമിലുള്ള പ്രാർത്ഥന, രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണം എന്നുള്ള നിർബന്ധങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നിന്നും കിട്ടിയ ഒരു സംഭവങ്ങളാണ്. എപ്പോഴും അമ്മ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ്, ഇപ്പോഴും അതെ, പ്രായമായാലും പ്രാർത്ഥിക്കും. അപ്പോൾ ആ പ്രാർത്ഥനയുടെയും പിന്നെ ആ നന്മ പ്രവൃത്തിയുടെയും വലിയൊരു ഫലമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഈ ഒരു സിസ്റ്ററായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഒരു പ്രചോദനം കിട്ടിയത് വീട്ടിൽ നിന്നാണ്. സിസ്റ്ററിൻ്റെ വീട്ടിൽ സഹോദരങ്ങളൊക്കെ എത്ര പേരാണ്? ഞങ്ങൾ 5 പെണ്ണും 2 ആണുമാണ്. അതിൽ അവർ 5, ഞാൻ സിസ്റ്ററായി, ബാക്കി 4 പേരെയും കല്യാണം കഴിച്ചു വിട്ടു, വിവാഹം ചെയ്ത് വിട്ടു. അവർ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നു. പിന്നെ സഹോദരങ്ങൾ 2 പേര്, 2 പേരും അത്യാവശ്യം എല്ലാം സെറ്റിൽഡായിട്ട് ജീവിക്കുന്ന ഫാമിലിയാണ്. എത്ര വർഷമായി ഈ പ്രേക്ഷിത വേല സിസ്റ്റർ ആരംഭിച്ചിട്ട്? ഇപ്പം 20 വർഷമായി ഇത് തുടങ്ങിയിട്ട്. അല്ല, സിസ്റ്ററിൻ്റെ പ്രേക്ഷിത വേല ഈ സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക്, അതായത് കന്യാസ്ത്രീയായിട്ട് ഉള്ള ജീവിതം ആരംഭിച്ചിട്ട് എത്ര വർഷമായി? ഇപ്പോൾ തുടങ്ങിയിട്ട് 12 വർഷം. ഓക്കെ സിസ്റ്റർ, ഈ ആശ്രമത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഈ ആശ്രമം എന്താണ്, ഇതിൻ്റെ ഒരു ലക്ഷ്യം, എങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് ഒരു കപ്പുച്ചൻ ഫാദർ, സെൻറ്റ് ജോസഫ് പ്രൊവിൻസിൻ്റെ സെൻറ്റ് ജോസഫ് പ്രൊവിൻസിലെ ഫാദർ ഫ്രാൻസിസ് ഡൊമിനിക് എന്ന് പറഞ്ഞ അച്ഛനാണ്, കപ്പുച്ചൻ ഫാദറാണ് ഇത് തുടങ്ങിയത്. 1996 ഫെബ്രുവരി 6 ഡേറ്റ് അതാണ്. ഫെബ്രുവരി 6 കട്ടപ്പനയിലൊരു 100 കൂടുതൽ 140ഓളം തെരുവിൽ അലഞ്ഞ് നടക്കുന്ന ഭിക്ഷക്കാർ, അല്ലാണ്ട് ഇങ്ങനെ ഭിക്ഷയാഴ്ച നടക്കുന്നവർ, പിന്നെ ആരും ആശ്രയമില്ലാണ്ട് നടക്കുന്ന കുറേ മക്കളെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് ഒരാഴ്ചത്തെ ധ്യാനമായിട്ട് തുടങ്ങിയതാണത്. അപ്പം അങ്ങനെ ആ ധ്യാനം അച്ഛൻ നയിച്ചു. അന്ന് ആത്മായ പ്രേക്ഷിതർ, അവിടെ ചുറ്റും അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആത്മായ പ്രേക്ഷിതരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയാണ് ഇവർ കുളിപ്പിക്കുകയും നല്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ വചനം കൊടുക്കാനായിട്ട്. അപ്പം അച്ഛൻ വചനം കൊടുത്ത് ഒരാഴ്ചത്തെ ഇത് കഴിഞ്ഞപ്പോൾ പോകാൻ ആരുമില്ലാത്ത ഒരു 45ഓളം പേര് അതിനകത്തുണ്ടായിരുന്നു. സ്ഥലവും ഇല്ല, വീടറിയില്ല, ഒന്നും അറിയില്ലാത്ത തെരുവിലെ മക്കൾ. അപ്പം അങ്ങനെയുള്ളവരെ അച്ഛൻ എവിടെ താമസിപ്പിക്കും എന്നുള്ള, അവരെ തിരിച്ചുവിടാൻ നമുക്ക് പറ്റില്ലല്ലോ, തെരുവിലേക്ക് വീണ്ടും തിരിച്ചുവിടാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ്റെ അവിടെ കട്ടപ്പനയിലുള്ള ആശ്രമത്തിൽ, പോർച്ചുഗൽ ആശ്രമത്തിലായിരുന്നു അച്ഛൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു ലൈബ്രറി കെട്ടിടത്തിൽ ഇവരെ താമസിപ്പിച്ച് തുടങ്ങിയതാണ് ഈ അസിസി സ്നേഹാശ്രമം എന്ന് പറയുന്ന ഈ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ, വലിയൊരു വൻ മരമായിട്ട് വളർന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കം അതാണ്. പിന്നെ അവിടെ നിന്ന് കട്ടപ്പനയിൽ നിന്ന് അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ 14 സെൻറ്ററുകളിൽ പല സ്ഥലങ്ങളിൽ പണി നടക്കുന്നു. 14 സെൻറ്ററിൽ 1400ഓളം ഇങ്ങനെ ആരുമില്ലാത്ത തെരുവിൽ അലഞ്ഞ് നടക്കുന്നു. അതായത് ഈ സ്ഥാപനത്തിന് നിലവിൽ 14 ബ്രാഞ്ചുകൾ വേറെയുണ്ട്. വേറെ ബ്രാഞ്ചുകളുണ്ട്. കട്ടപ്പനയിൽ ആരംഭിച്ചു, പിന്നെ പല സ്ഥലങ്ങളിലും, ഇടുക്കി തന്നെ 6 ഉണ്ട്, കുമളി, പിന്നെ നെടുങ്കണ്ടം, മൂലമറ്റം, കട്ടപ്പന, നരിയമ്പാറ, പിന്നെ തേനിയിലുണ്ട്, മധുര ഇതിൻ്റെ, പിന്നെ എറണാകുളത്തുണ്ട്, പിന്നെ ചാലക്കുടി, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ സെൻ്ററിൽ. പിന്നെ നമ്മളിത് 1400 ആളുകൾ ഇതിൻ്റെ അകത്ത്. ഈ സ്ഥാപനത്തിൽ പ്രധാനമായിട്ട് ഈ മാനസികമായി ഡിപ്രഷനുള്ള ആളുകളാണല്ലോ ഇവിടെ ഉള്ളത്.
മറ്റുള്ള സ്ഥാപനങ്ങളിലും അങ്ങനെയാണോ? അതെ, എല്ലാ സ്ഥാപനങ്ങളിലും ഇങ്ങനെ തന്നെയുള്ളവരെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പിന്നെ കോതമംഗലം സെൻറ്റർ എന്ന് പറയുന്നത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരെയാണ്. അപ്പോൾ മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഡിസേബിലിറ്റി ആണ് കൂടുതലും. അതിനകത്ത് എല്ലാവരും ഇപ്പം തനിച്ചൊന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന, ചുമ്മാ ബെഡേൽ കിടക്കുന്ന കുറേ മനുഷ്യരാണ് അവിടെ ഉള്ളവർ. അപ്പോൾ അത് ഈ തുടങ്ങിയിട്ടുള്ളത് അധികം ആയില്ല ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ അത് അവിടെ ഒരു വ്യത്യസ്തതയുണ്ട്. പിന്നെ നമുക്ക് പെൺകുട്ടികളുടെ ഒരു സെൻ്റർ ഉണ്ട് ഇവിടെ കുമളി തന്നെ വലിയ കണ്ടത്ത്. അത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ്രമങ്ങളിലുള്ള ഇൻവേഴ്സിൻ്റെ മക്കളായിരിക്കുക, അല്ലെങ്കിൽ അതിന് സാഹചര്യം പഠിക്കാൻ അല്ലെങ്കിൽ സുരക്ഷിതത്വമില്ലാത്ത പെൺകുട്ടികളെ നമ്മൾ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവരെ ഒരു നിലയിൽ എത്തിച്ച് വിവാഹം ചെയ്ത് 15 പേരുടെ വിവാഹം ചെയ്ത് കൊടുത്ത് അവിടെ എല്ലാ നമ്മളൊരു വീട്ടിൽ നിന്നൊരു കുട്ടീനെ എങ്ങനെയാണോ വിവാഹം ചെയ്ത് വിടുന്നത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർക്കുള്ള എല്ലാ പ്രൊട്ടക്ഷനും നമ്മൾ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഒരു പ്രേക്ഷിത പ്രവർത്തനം കൂടി നമ്മുടെ സ്നേഹാശ്രമത്തിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. സിസ്റ്റർ, ഇവിടെ പ്രധാനമായിട്ട് ഈ മെൻ്റലി ഡിപ്രഷനുള്ള ആളുകളും മാനസിക രോഗികളായിട്ടുള്ള ആളുകളാണല്ലോ വരുന്നത്. അപ്പം പ്രധാനമായിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്താനായിട്ട് പ്രധാനമായിട്ട് നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്? വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആദ്യകാലങ്ങളിൽ നമുക്കതൊരു ഇത്രയും വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ തലത്തിലാണെങ്കിലും സാമൂഹ്യപരമായിട്ട് നമുക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് കുറേ നമുക്ക് നിയമങ്ങൾ ഒരുപാട്, ഇപ്പോൾ പല സാഹചര്യം കൊണ്ട് അവർ നിയമങ്ങൾ ഉണ്ടാക്കിയതാണ്. എങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ നേരായ വഴിയിലൂടെ പോകുന്ന സ്ഥാപനങ്ങൾക്ക് ഇവരുടെ നിയമങ്ങൾ ചിലപ്പോൾ നമുക്കൊരു മുറുക്കായിട്ട് മാറാറുണ്ട്, മുറുകി പോകാറുണ്ട്. പിന്നെ നമുക്കിപ്പം സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇപ്പം നമ്മുടെ സ്ഥാപകനായ അച്ഛൻ്റെ കൂടെ തന്നെ നമുക്ക് സിസ്റ്റർ അനിറ്റ, സിസ്റ്റർ സഹസ്ഥാപകയാണ്. സിസ്റ്റർ അതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഈ സിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം നേതൃത്വം കൊടുത്ത് ചെയ്യുന്നത് സിസ്റ്ററാണ്. അപ്പം നമുക്കുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് തരുന്നതും നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് സിസ്റ്ററിൻ്റെ അടുത്താണ്. അപ്പം അങ്ങനൊരു പിന്നെ നമ്മുടെ അധികാരികളിൽ നിന്നും നമുക്ക് പൂർണ്ണമായ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് ഏത് നിയമക്കുരുക്ക് വരുമ്പോഴും നമുക്ക് അവരാണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അവരോട് ഷെയർ ചെയ്യുന്നു, അവർ നമുക്കത് അതിനെ കുറേ ലഘൂകരിക്കാനായിട്ട് നമുക്ക് അങ്ങനെ സാധിക്കും. പിന്നെ നിയമപരമായിട്ട് നമുക്ക് ഒരുപാട് റിസ്ക് ഉള്ളൊരു ഇതാണിത്. സമൂഹം നമുക്കറിയാം ഇങ്ങനത്തെ സ്ഥാപനങ്ങളെല്ലാം അതിലൊരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈ രോഗികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെ വരുന്ന അന്തേവാസികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ ഇപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും തെരുവിലുള്ള ആരുമില്ലാത്ത അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മക്കളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിത് തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീടുകളിൽ ഇങ്ങനെ പ്രശ്നമുള്ളവരെ ഒഴിവാക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇപ്പം മാതാപിതാക്കളായിക്കോട്ടെ, ഇപ്പോൾ നോക്കാൻ അവർക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് മാതാപിതാക്കളെ ചിലപ്പോൾ നമുക്കിങ്ങനെ ഇവിടെ സ്വീകരിക്കാവോ എന്നൊക്കെ ചോദിച്ചാൽ, അപ്പോൾ മക്കളുള്ളവരെ നമ്മൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അർഹതപ്പെട്ടവരെ നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ അപ്പനും അമ്മയ്ക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് മാനസികമായിട്ട് വെല്ലുവിളി ഉണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കണം. കാരണം അവരെ അവിടെ ആക്കിയിട്ട് ഇന്നത്തെ ആധുനിക യുഗത്തിൽ അവിടെ ആക്കിയിട്ട് പോകാനുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് സ്വീകരിക്കേണ്ടി വരും. പക്ഷെ അല്ലാതെ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് അവരെ ഒഴിവാക്കാൻ എന്നുവെച്ചാൽ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് വരുന്നവരുണ്ടാകും. അത് നമുക്കൊരു വെല്ലുവിളിയാണ്. കാരണം സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ കുടുംബത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അവരെ ആക്കുമ്പോൾ നമുക്കും പിന്നീട് അവരുടെ മനസ്സിൻ്റെ അവസ്ഥകൾ, അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ വേദനകൾ, അവരുടെ അസ്വസ്ഥതകൾ, എന്തായിരുന്നു അവരുടെ സ്വപ്നം, അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു അസ്വസ്ഥത തോന്നാറുണ്ട്. പക്ഷെങ്കിലും അവരെ നമ്മൾ ഒഴിവാക്കാറില്ല. നമ്മൾ സ്വീകരിച്ച് അവരെ നമ്മുടെ കുടുംബത്തിലൊരു സ്നേഹാശ്രമത്തിലൊരു അംഗമായിട്ട് സ്വീകരിച്ച് നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു വെല്ലുവിളിയും കൂടി നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ സിസ്റ്റർ പറയുന്നത് ഇവിടെ വരുന്ന ഓരോ വ്യക്തികളും ജീവിതം തകർന്ന വ്യക്തികളാണ്. അവർക്ക് മാനസികമായും ശാരീരികമായും അവർക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഇവിടെ ഈ സ്ഥാപനത്തിൽ പ്രധാനമായിട്ട് ഈ മാനസിക വെല്ലുവിളികളുള്ള ആളുകളെയാണ് എടുക്കുന്നത്. ഇപ്പോൾ എങ്ങനെ പോകുന്നു ഈ സ്ഥാപനം? ഞങ്ങളൊരു കുടുംബമാണ് എന്ന് വെച്ചാൽ ഇപ്പം ഇതിനൊക്കെയുള്ള ഇവർക്ക് ചെലവിനുള്ള ഫണ്ടൊക്കെ കണ്ടെത്തുന്നത് എങ്ങനെയാണ് സിസ്റ്റർ? ഫണ്ടെല്ലാം നമുക്കിപ്പോൾ സാധാരണ മനുഷ്യർ ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപകം പറയും എപ്പോഴും
ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവരിലുള്ള നന്മയെ വളർത്താൻ വേണ്ടിയായിരിക്കണം നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന് താമസിക്കുന്നവരെ വന്ന് കണ്ട് അല്ലെങ്കിൽ കേട്ടറിഞ്ഞ് ഇവിടെ വന്ന് ചുറ്റുമുള്ളവർ എല്ലാ മനുഷ്യരിലും അടിസ്ഥാനപരമായിട്ട് നന്മയാണ്. സാഹചര്യം കൊണ്ടാണല്ലോ ചില ഇതിലേക്ക് വരിക. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കിടക്കുന്ന ആ നന്മയെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഉള്ള മക്കൾക്ക് വേണ്ടിയിട്ട് അത് ഉണർത്തി അവരിലേക്ക് ആ നന്മ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് സ്ഥാപനത്തിൻ്റെ ഒരു ലക്ഷ്യം കൂടി. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും, ചുറ്റുമുള്ള നമ്മളൊരു സ്ഥാപനം തുടങ്ങി അതിൻ്റെ ചുറ്റുമുള്ള വ്യക്തികളുമായിട്ടായിരിക്കണം നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ വരുന്നു, ഇവിടെ കാണുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമുക്ക് സഹായം കിട്ടുന്നത്. ചുറ്റുമുള്ള നല്ല മനുഷ്യരായ സാധാ മനുഷ്യരുടെ കയ്യിൽ നിന്ന് അവർ കൂട്ടിവെക്കുന്ന ചെറിയ ചെറിയ തുകകളായിരിക്കാം, അല്ലെങ്കിൽ വലുതായിരിക്കാം, എന്തായാലും ഭക്ഷണമായിട്ട്, വസ്ത്രമായിട്ട്, പൈസയായിട്ട്, അവരുടെ ഇപ്പോൾ ശുശ്രൂഷയായിട്ട് അങ്ങനെ വരുന്നവരുണ്ട്. ആഴ്ചയിൽ ഇപ്പോൾ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യരുണ്ട്. അവരുടെ സമയം, അങ്ങനെ എല്ലാ മേഖലകളിലും അവരെല്ലാം ഉള്ള നന്മ വളർത്തിയാണ് ഈ എല്ലാ സ്ഥാപനങ്ങളും, നമ്മുടെ ഓരോ സ്ഥാപനങ്ങളുടെ ചുറ്റുവട്ടമുള്ള മനുഷ്യരിൽ നിന്നും നന്മ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അതായത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു റണ്ണിങ് എന്ന് പറയുന്നത് ഡൊണേഷനായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ വിവാഹമോ ബർത്ത്ഡേയോ അതുപോലുള്ള പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ ഈ അന്തേവാസികൾക്കും ഭക്ഷണം കൊടുക്കാനായിട്ട് ചില ആളുകൾ മുമ്പോട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ഭക്ഷണം കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇത്ര കിലോ അരി, അല്ലെങ്കിൽ ഇത്ര കിലോ വിറക്, ഗോതമ്പ്, ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ സ്ഥാപനങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്. അപ്പം ഈ സ്ഥാപനമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ടല്ലോ സിസ്റ്ററെ. ചില ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കാവോ? ചില ആളുകളുടെ അവസ്ഥകളൊക്കെ, ചില ആളുകൾ നഷ്ടപ്പെട്ടു പോയവരെ ഒക്കെ ഇവിടെ ലഭിച്ചു, അതിനെ നോക്കി പരിപാലിച്ചു, അവരുടെ മാതാപിതാക്കൾ പിന്നെ കാണുമ്പോഴുള്ള അവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഒരുപാട് ഓർമ്മകളുണ്ട്. കാരണം ഇവിടെ വരുമ്പോൾ ഇവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ മനസ്സിൻ്റെ നില തെറ്റി വരുന്നവരാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഡോക്ടറെ കാണിച്ച് അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ സ്നേഹത്തിലൂടെ ശുശ്രൂഷയിലൂടെ അവരുടെ മാനസിക നില മരുന്ന് കൊടുത്തൊക്കെ മാനസിക നില ഒരു ലെവലായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത് അവർ സംസാരിക്കുമ്പോൾ, അമ്മ നമ്മളിപ്പോൾ നിങ്ങളില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്ഥാപനം ഇല്ലായിരുന്നെങ്കിൽ, ഇത് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അവരുടെ സങ്കടങ്ങൾ, ഇപ്പോൾ അവരുടെ ഉള്ളിൽ ഒരുപാട്, ഇപ്പോൾ നമ്മളൊരു മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നിഗൂഢതയാണല്ലോ. അപ്പോൾ ഇവരുടെ മനസ്സിൻ്റെ താളം ലെവലായി വന്നു കഴിയുമ്പോൾ ഇവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ ഒരു വല്ലാണ്ടായി പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഓപ്പൺ ആകാനായിട്ട് അവർക്ക് ഇവിടെ സാധിക്കാറുണ്ട്. നമ്മൾ ഇപ്പോൾ ചില അമ്മമാരോട് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ മക്കളുള്ളവരായിരിക്കാം, അപ്പോൾ അമ്മമാരോട് സംസാരിക്കുമ്പോൾ അത്രയും കാലം ചിലപ്പോൾ ചില അമ്മമാർ പറയും, ഇനി മക്കൾ വന്ന് കാണണ്ട, അമ്മമാർ മതി എന്ന് മതി. അപ്പോൾ ചിലപ്പോൾ മരിക്കാൻ സമയമാകുമ്പോൾ നമ്മൾ മക്കളെ വിളിക്കുമ്പോൾ അവർ വരാത്തൊരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെന്ന് കയ്യെ തൊട്ട് അമ്മയുടെ മോളാണ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മക്കൾ ആരെങ്കിലും ചെന്ന് ഇങ്ങനെ എന്താ പറയുക, സ്ത്രീകളാണെങ്കിലും മക്കളായിട്ട് ഉള്ളതെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ചെന്ന് കയ്യെ തൊട്ടിട്ട് ഞങ്ങൾ പറയും അമ്മയുടെ മോള് വന്നു എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് അമ്മ ഇങ്ങനെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് അമ്മ മരിക്കുന്ന ഒരവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ കുടുംബത്തിലൊരു വ്യക്തിയെ ഈശോയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മയെ ഇനി ആരും വേണ്ട, നിങ്ങൾ മതി, കാരണം ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ അവർക്ക് നമ്മളെ വേണ്ട, പക്ഷെ നിങ്ങളുടെ സ്നേഹവും പരിഗണനയും സംരക്ഷണമൊക്കെ അത് മതി എന്ന് പറഞ്ഞ് നമ്മളോട് ഭയങ്കരമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന അമ്മമാരെ ഒരുപാട് കാണാറുണ്ട്. പിന്നെ ശരിക്കും നോർമൽ വ്യക്തികളെക്കാളും എനിക്കൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നത് പോലെ ഫീൽ ചെയ്യും. ഇവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കും. ചിലപ്പോൾ ചിലരൊക്കെ വയ്യാണ്ടാവുമല്ലോ, ഇപ്പോൾ വയലൻ്റ് ആവുന്ന ഒരു പേഷ്യൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള മക്കൾ പറയും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു ഫീല് നമുക്ക് വരാറുണ്ട്. അങ്ങനൊരു എന്താ പറയുക, ഇവിടുത്തെ ഒരു നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരംഗം എന്ന നിലയിൽ നമ്മൾ അവരെ സ്നേഹിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനൊപ്പം ഈശോയുടെ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പൊതുവെ സിസ്റ്ററെ, ഈ കത്തോലിക്ക സഭയുടെ ഒരു ഭാഗമായിട്ടാണല്ലോ നിൽക്കുന്നത്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം? എന്താണ് ഈ മറ്റുള്ള സഭകൾ വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ മേഖലകളും കത്തോലിക്ക സഭയുടെ
ഒരു പ്രവർത്തനവും ആധിപത്യവും അതോടൊപ്പം തന്നെ സേവന രംഗങ്ങളിൽ അവർ വളരെ ആക്റ്റീവാണ്. മറ്റുള്ള സഭകൾക്കൊന്നും അങ്ങനെ സേവനമില്ല. അപ്പം എന്താണ് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? അത് എനിക്ക് തോന്നിയിട്ടൊരു കാര്യം പറഞ്ഞാൽ, സുവിശേഷത്തിൽ പരസ്യ ജീവിതത്തിൽ ഈശോ ചെയ്ത പ്രവർത്തനങ്ങളുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയും പ്രവർത്തനവും ഇല്ലാതെ ഈശോ മലമുകളിലേക്ക് പോയി പ്രാർത്ഥിച്ചു, പിതാവായിട്ട് ധ്യാനിച്ചു, അത് കഴിഞ്ഞ് ഇറങ്ങി വന്നു, പ്രവർത്തനങ്ങൾ ചെയ്തു. പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ഇപ്പോൾ നമുക്കറിയാം, ഈ പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവന്ന സമയം ഒരു ഈശോയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങളുടെ അച്ഛൻ പറയും, ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയും. സ്നേഹത്തോടു കൂടി ഓർക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയും. അച്ഛൻ എപ്പോഴും ധ്യാനമില്ലാത്തൊരു ജീവിതം എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരിക്കലും ഒരു സന്യാസിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും അത് ഒരുപാട് ഞങ്ങളെ വളർത്തിയേക്കുന്ന ഒരു സംഭവമാണ് അച്ഛൻ്റെ ജീവിതം. അച്ഛൻ എപ്പോഴും പ്രാർത്ഥനയിലിരിക്കുന്ന ഒരാളാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിന്നെ യാത്രകൾ ഒരുപാട് ഇത്. അപ്പോൾ പ്രചോദനം എപ്പോഴും പരസ്യ ജീവിതത്തിലെ ഈശോ മലമുകളിലേക്ക് കയറി പോകുന്നു, തിരിച്ചിറങ്ങി വരുന്നു, കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു. അത് ഏത് മേഖലയിലായിക്കോട്ടെ, ആരോടാണെങ്കിലും ഈശോ ചെയ്തിരുന്ന കാര്യം അതാണ്. ഇതുപോലെ കത്തോലിക്ക സഭയിൽ കൂടുതലും ഇപ്പം ഈ സ്ഥാപനങ്ങളാണെങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയിരിക്കുന്ന ഒരു കാര്യം അതാണ്. ഈശോ പ്രാർത്ഥനയിൽ മാത്രം ഇരുന്ന ഒരാളല്ല. പ്രാർത്ഥന കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയിൽ നിന്ന് എന്ത് കിട്ടിയോ അത് ആരാണോ മുന്നിലേക്ക് വരുന്നത് ആ വ്യക്തിക്ക് കൊടുത്തിട്ടാണ് അടുത്ത പ്രാർത്ഥനയ്ക്ക് ഈശോ കടന്നു പോവുക. ആ പ്രാർത്ഥന കഴിഞ്ഞ ധ്യാനം കഴിഞ്ഞാൽ ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈശോയുടെ ജീവിതം, പരസ്യ ജീവിതമാണ് എപ്പോഴും കത്തോലിക്ക സഭയിൽ ഒരു പ്രചോദനമായിട്ട് നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ സ്ഥാപകൻ്റെ ജീവിതം പോലും ഞങ്ങൾക്ക് അങ്ങനെയാണ്. പ്രഭാതത്തിലേ എഴുന്നേക്കും, എത്ര വൈകി വന്ന് കിടന്നാലും അച്ഛൻ പ്രഭാതത്തിൽ എഴുന്നേക്കും, ധ്യാനിക്കും, എല്ലാം. ഇത്രയും സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ ഒരു ടെൻഷനില്ല, ആൾ ഭയങ്കര ഫ്രീ ആണ്. എപ്പോഴെങ്കിലും സാഹചര്യം കിട്ടിയാൽ പരിചയപ്പെടാം അച്ഛനെ, ഫ്രാൻസിസ് അച്ഛനെ. എപ്പോഴും ഫ്രീ ആണ്. എവിടെ വന്നാലും, ഇപ്പം ഇവിടെ വന്നാലും അച്ഛൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇടപെടും. അതെല്ലാം ദൈവം നോക്കൂലെന്ന്, അതിനകത്തൊന്നും ടെൻഷനായി. രാവിലെ എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, ഈശോയ്ക്ക് കൊടുക്കുക, അത് കഴിഞ്ഞ് ഈശോ ചെയ്തപോലെ പിന്നെ പുറത്തേക്ക് ഇറങ്ങുക, പ്രവർത്തിക്കുക, പ്രാർത്ഥനയിലിരിക്കുക. അങ്ങനെ ആ ഒരു ഫീലാണ് ഇപ്പോൾ കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം അതാണ്. പ്രാർത്ഥനയും പ്രവർത്തനവും. പ്രാർത്ഥനയിലേക്ക് പോയി ഈശോ, പ്രവർത്തിക്കുന്ന ഈശോ. അതാണ് കത്തോലിക്ക സഭയുടെ ഏറ്റവും വിജയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, സുവിശേഷത്തിൽ ഈശോ. സിസ്റ്ററിൻ്റെ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? പ്രാർത്ഥന, വചനധ്യാനം, അതെല്ലാമായി ബന്ധപ്പെട്ട്. രാവിലെ 4 മണിയാകുമ്പോൾ പ്രഭാതത്തിൽ എഴുന്നേക്കും. എഴുന്നേറ്റ് 4:30 നമ്മൾ ധ്യാനിക്കാനായിട്ട് വരും. 1 മണിക്കൂറത്തെ ധ്യാനം. ധ്യാനത്തിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വചന വായന അതെല്ലാം ഉണ്ട്. ധ്യാനത്തിന് ശേഷം നമ്മൾ വിശുദ്ധ ബലി അർപ്പിച്ചു. വിശുദ്ധ ബലിക്ക് ശേഷം പിന്നെ ഇവിടെ മക്കൾക്കുള്ള ഭക്ഷണം, കാര്യങ്ങൾ. അതിനുശേഷം ശുശ്രൂഷ മേഖലയിലേക്ക് കടക്കും. ഒരു 11:30 വരെയൊക്കെ നമ്മൾ ശുശ്രൂഷ മേഖലയിലാണ് മുന്നോട്ട് പോകുക. കിടപ്പ് രോഗികളുണ്ടാവും, അവരെ കുളിപ്പിക്കണം, പിന്നെ അവർക്ക് മരുന്ന്, പിന്നെ അവരുടെ ബാക്കി കാര്യങ്ങൾ, പിന്നെ ഓഫീസ് വർക്കുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത്. അങ്ങനത്തെ ശുശ്രൂഷ മേഖലയിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഫ്രീ. അപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലും അച്ഛൻ പറയും, ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്റ്റക്കായിട്ട് പോകുന്നൊരു സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് പോവുക, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട്, ഒരുപാട് അകലങ്ങളിലേക്ക് പോകണ്ട, എവിടെയെങ്കിലും ഇരിക്കുക, സ്വസ്ഥമാകുക, പിന്നെ ശുശ്രൂഷ തുടരുക. അങ്ങനെ അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ചില സമയത്ത് കുറച്ച് സമയങ്ങളിൽ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഭക്ഷണവും കാര്യങ്ങളും അങ്ങനെ കൊടുക്കലും അങ്ങനെയൊക്കെ ഇത് പോകും. പിന്നെ ഉച്ചയ്ക്ക് മരുന്ന് കൊടുക്കലുണ്ടാകും. അതും ചെയ്തതിന് ശേഷം നമ്മുടെ പേഴ്സണൽ പ്രയർ, 1.5 മണിക്കൂറത്തെ പേഴ്സണൽ പ്രയർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് 1/2 മണിക്കൂർ വചനം വായിക്കും. 1 മണിക്കൂർ ഈശോയുടെ സംഭാഷണവും ഈശോയെ ധ്യാനിച്ചും ഈശോയെ സ്നേഹിച്ചും ഇരിക്കുന്നത് 1 മണിക്കൂർ സമയം. അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടെ 4 മണി 4:30 ആകുമ്പോൾ വീണ്ടും ഇവരുടെ മരുന്നിൻ്റെ ടൈമാകും. പിന്നെ മരുന്ന് കൊടുക്കും. മരുന്നിന് കൊടുത്ത് ഇവരുടെ ഭക്ഷണത്തിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് 5 മിനിറ്റ് പോയി ഈശോയുടെ അടുത്തിരുന്ന് ഈശോയെ സ്നേഹിക്കാൻ സമയമുണ്ട്. അതിന് ഇവരുടെ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ 6 മണിക്ക് നമുക്ക് ഇതിൻ്റെ സപ്പറിൻ്റെ സമയമായി. 6 പിന്നെ 6:30 നമ്മൾ വീണ്ടും പള്ളിയിലേക്ക് ചെന്ന് ജപമാല, പിന്നെ ധ്യാനം, അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു 8 മണി 8:15 വീണ്ടും ഞങ്ങൾ ഉല്ലാസത്തിലേക്ക് വരും. ഉല്ലാസം എന്ന് പറഞ്ഞാൽ
അന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചു. പലരാണല്ലോ നമ്മൾ ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ വന്നവരെ കാണണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് സഹായത്തിന് വരുന്നവരുണ്ടാകും. അപ്പോൾ അവരെ കാണണം, അവരെ കണ്ട് അവരെ സംസാരിക്കും, അവരുടെ സങ്കടങ്ങൾ കേൾക്കും. ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും, അവരുടെ ജീവിത പ്രശ്നങ്ങളായിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ സങ്കടങ്ങൾ കേൾക്കും. അവർക്കിപ്പോൾ നമ്മുടെ ഇവരുടെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരുപാട് ഉപദേശങ്ങളൊന്നും അവിടെ കൊടുക്കണ്ട. കാരണം നമുക്കിപ്പോൾ ഈ സ്നേഹാശ്രമത്തിലുള്ള എന്തെങ്കിലും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ മതി, അവർ സ്വസ്ഥമായിക്കോളും. പിന്നെ ഇവരെ കണ്ട് ഇവരോടൊന്ന് മിണ്ടാൻ പറഞ്ഞാൽ അതോടുകൂടി അവരുടെ മനസ്സ് സ്വസ്ഥമാകും. പിന്നെ നമ്മൾ ഇവരുടെ പ്രാർത്ഥന സഹായം നമ്മൾ ചോദിച്ച് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രാർത്ഥന ടൈം ഇവരുടെ ഇൻമേറ്റ്സിൻ്റെ പ്രാർത്ഥന സമയത്ത് അവർക്ക് വേണ്ടി കൊടുക്കും. പിന്നെ നമുക്ക് ആരാധനയുടെ ടൈമുണ്ട്, ആ സമയത്ത് പിന്നെ ഞങ്ങളുടെ പേഴ്സണൽ സമയത്തൊക്കെ ഇവർക്ക് വേണ്ടി നമ്മൾ വന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതിനുശേഷം ഈ ഉല്ലാസത്തിൻ്റെ സമയത്ത് അന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം നമ്മൾ സമൂഹത്തിൽ പറയും. സിസ്റ്റേഴ്സ് ഒന്നിച്ചിരിക്കുന്ന ടൈമാണത്. ഒന്നിച്ചിരുന്ന് പറയും. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ളതൊന്ന് പ്ലാൻ ചെയ്യണം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഒരു പ്ലാനിങ്ങും കൂടി നടത്തിയതിന് ശേഷം വീണ്ടും വചന വായനയുടെ പിന്നെ നമ്മുടെ സ്പിരിച്വൽ റീഡിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു 10-10:30 പിന്നെ നമ്മൾ ഉറങ്ങാനായിട്ട് നന്ദി പറഞ്ഞ് ഉറങ്ങാനായിട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ. അതായത് കത്തോലിക്ക സഭയുടെ ഈ വളർച്ചയും അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രാർത്ഥനയാണ് എന്നാണ് സിസ്റ്റർ പറയുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥനയില്ലാണ്ട് അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവർ കത്തോലിക്ക വിശ്വാസികളാണെന്നാണ്. വിശ്വാസികൾ എന്നുള്ളതല്ല, കത്തോലിക്ക കന്യാസ്ത്രീമാർ, വൈദികർ, ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം സമയം പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഞാൻ സിസ്റ്റർ പറഞ്ഞ് വളരെ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം 24 മണിക്കൂറുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പകുതി സമയവും പ്രാർത്ഥനയും വചനധ്യാനവും അതുപോലെയുള്ള കൊന്ത നമസ്കാരവും ജപമാല ഒക്കെ ആയിട്ടാണ് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ മനസ്സിനൊരു സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. അതോടൊപ്പം അവരുടെ പ്രാർത്ഥനയുടെ ഫലം അവരുടെ ഓരോ സ്ഥാപനത്തിൽ കാണാനുമുണ്ട്, അല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല ബിൽഡിങ്, നല്ല സൗകര്യങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് രഹസ്യം എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പലരോടും ചോദിച്ചിട്ടുണ്ട്. പിന്നെ സിസ്റ്ററാണ് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയാണ്. അതായത് ഈ പ്രാർത്ഥന ആണ് ഇതിൻ്റെ ശക്തി എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രാർത്ഥനയില്ലാണ്ട് നമുക്ക് ഇപ്പം എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പം നമുക്കിപ്പോൾ ഒരു സിസ്റ്ററാണ്, സിസ്റ്ററിനൊരു പ്രശ്നങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. ഈ ഏത് പ്രശ്നത്തെ അഭിമുഖീകരിക്കണമെങ്കിലും ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കുക, നീ മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചേച്ചും വന്ന് ഈ പ്രശ്നത്തിലേക്ക് ഇടപെടുമ്പോൾ ചെറുതായിട്ട് നമുക്കത് ഫീൽ ചെയ്ത് പൊക്കോളും. വലിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സംസാരിക്കേണ്ട വരില്ല, ഇടപെടേണ്ട വരില്ല. പ്രാർത്ഥിച്ചേച്ചാൽ വരുന്നെങ്കിൽ അത് പെട്ടെന്ന് ഹീൽ ചെയ്ത് പോകണം. നമുക്ക് ഫീൽ ചെയ്ത് ഒരുപാട് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥന വെറുമൊരു പ്രാർത്ഥനയല്ല, ഈശോയുമായിട്ടൊരു ആത്മബന്ധം, ധ്യാനം കൂടി ഇല്ലാതെ. ഇപ്പോൾ പ്രാർത്ഥന എന്ന് വെച്ചാൽ നമുക്ക് വാചികമായിട്ട് ഒരുപാട് നേരം പ്രാർത്ഥന, നമ്മുടെ അച്ഛൻ പറയും, ഫ്രാൻസ് അച്ഛൻ പറയും, വാചിക പ്രാർത്ഥനയേക്കാൾ കൂടുതൽ നിങ്ങൾ സ്വസ്ഥമായിട്ട് ഈശോയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഈശോയെ ഒന്ന് ചുമ്മാ സ്നേഹിച്ചിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രണ്ടുപേരും തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ ഒന്നാകും. ആ ഒന്നാകുന്നതിൽ ഈശോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കും, ഇതിങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇത് സോൾവ് ആകുമെന്ന് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരും. അത് ധ്യാനത്തിൻ്റെ ഒരു കീഴിലാണത്. ധ്യാനമില്ലാണ്ട് ഒരു സന്യാസിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നില്ല. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ധ്യാനിക്കാണ്ടിരുന്ന 4-ാം ദിവസം നമ്മുടെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ധ്യാനമാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് നമുക്ക് നിൽക്കുക. എല്ലാ പ്രാർത്ഥനയെക്കാളും ധ്യാനിക്കുന്ന ഒരു സന്യാസിക്ക് ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ എവിടെയും നമുക്ക് ഈശോ ധ്യാനിച്ചതുകൊണ്ട്, ഈശോ പിതാവുമായിട്ട് ധ്യാനത്തിലായിരുന്നുകൊണ്ടാണല്ലോ കുരിശുമരണത്തിലും അവൻ മൗനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയത്. അപ്പോൾ പൊട്ടിത്തെറികൾ പലതും സംഭവിക്കുന്നത് ധ്യാനമില്ലാത്തതുകൊണ്ട്. പ്രാർത്ഥനയെക്കാളും ധ്യാനമാണ് ഒരു സന്യാസിക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ടുണ്ടാകേണ്ടത് എന്നാണ് ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എന്താണ് സിസ്റ്റർക്കൊരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധം, ആ വ്യക്തിബന്ധത്തിൽ നിന്നും ഇപ്പോൾ ഈശോ പിതാവുമായിട്ട് ധ്യാനത്തിലിരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മലമുകളിലേക്ക് പോയി പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു, അത് മാത്രമായിരുന്നില്ലല്ലോ. ആ പ്രാർത്ഥനയിൽ നിന്ന്, ധ്യാനത്തിൽ നിന്ന്
ഈശോ ഇറങ്ങി വന്ന് ചെയ്യേണ്ട എല്ലാ നന്മകളും ചെയ്തതിന് ശേഷമാണ് അവൻ കടന്നുപോയത്. അത് ഏത് വഴി, സഹനമായിക്കോട്ടെ, പീഡാസഹനം, ഏത് വഴിയാണെങ്കിലും എല്ലാം ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ എപ്പോഴും ഈശോയുടെ കൂടെയാണെങ്കിൽ എല്ലാം എഴുതപ്പെടുമെന്നാണ് നമ്മൾ വചനം പറയുന്നുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന ഏത് നന്മ പ്രവൃത്തിയും സ്വർഗത്തിൽ എഴുതപ്പെടും. അപ്പോൾ അത് ഈശോയുമായിട്ട് ബന്ധപ്പെടും. നമ്മൾ മാനുഷികമായിട്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിനേക്കാളും ഈശോയെ കൂട്ടിച്ചെന്ന് ചെയ്യുന്ന ഏത് നന്മ പ്രവൃത്തി, അതിപ്പോൾ ഒരു വാക്കായിരിക്കാം നന്മ പ്രവൃത്തിയായിട്ട് വരുന്നത്. ആ നന്മ പ്രവൃത്തി ചെയ്യാൻ പറ്റണമെങ്കിൽ ഈശോയുടെ വ്യക്തിപരമായിട്ട് ബന്ധം വേണം. അപ്പോൾ ഏതൊരു സന്യാസിക്കാണെങ്കിലും ഏത് ക്രൈസ്തവനായാലും ഏത് മനുഷ്യനായാലും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇത് തന്നെ ദൈവമായിട്ടൊരു ബന്ധം. അതിനുശേഷമാണ് എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഒരു വാക്ക് പോലും ഒരു മനുഷ്യനോട്, ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന് വലിയൊരു വിലയുണ്ട്. എൻ്റെ ജീവിതത്തിനാണെങ്കിലും എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിനാണെങ്കിലും വലിയൊരു വില നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപരൻ്റെ കണ്ണീര് ഒപ്പാനുള്ളതാണല്ലോ സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കണ്ണീര് ഒപ്പാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഫലമില്ലാതായി പോകും. ഈശോയുടെ ഒരു വ്യക്തിബന്ധം ജീവിതത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ. ഞാനിവിടെ വന്നപ്പോൾ വളരെ അധികം സിസ്റ്ററെ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഒരു സഹോദരനുമായിട്ട് സംസാരിക്കുന്നതും, അതായത് ഈ ആരുമില്ലാത്ത ആളുകൾക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ, പ്രത്യേകിച്ച് സിസ്റ്ററിൻ്റെ ആ ഇടപെടിയിൽ അവരോടുള്ള ആ സമീപനം ഒക്കെ കാണുമ്പം അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ട് എന്നൊരു തോന്നലാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ സിസ്റ്ററൊക്കെ ഇങ്ങനെയുള്ള ഈ പ്രേക്ഷിത വേല ചെയ്യുന്നത് കൊണ്ട് ശമ്പളമില്ല, ഇത്രയും ത്യാഗം സഹിച്ച് ഇത്രയും വേലയെല്ലാം ചെയ്യുന്നത്, ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രചോദനം എന്താണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ്? ഒറ്റ കാര്യമുള്ളൂ, എല്ലാവരും സ്വർഗത്തിൽ എത്തിപ്പെടുന്നവരാ. അപ്പോൾ നന്മ പ്രവൃത്തി ചെയ്ത വചനം പറയുന്നല്ലോ, ഈ ചെറിയവന് എനിക്കൊരു ചെയ്യുമ്പോഴത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരൊറ്റ വചനം തന്നെ നമുക്ക് മുന്നോട്ട് പോകുന്നെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ഈശോയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഇവിടെയുള്ള ഓരോ വ്യക്തികളും എൻ്റെ സ്വന്തമാണ്. അങ്ങനെ ഒരു ഫീല് വന്നെങ്കിൽ തന്നെ ഈശോയുടെ ഒരു ബന്ധം വേണം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പൻ അല്ലെങ്കിൽ അമ്മ സഹോദരങ്ങൾ എൻ്റെ സ്വന്തമായതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഇവിടെയുള്ള ഓരോ വ്യക്തികളും എൻ്റെ സ്വന്തമാണെന്നുള്ള ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ഒരു പുറത്തുനിന്ന് വരുന്നൊരു സംഭവമല്ല, ഉള്ളിൽ നിന്ന് വരുന്നത്. എല്ലാവരും ഇപ്പം ഞങ്ങളുടെ ഓരോ സഹോദരിമാരും ചെയ്യുന്ന വേലകൾ, ഇപ്പം ഇത് ചുരുക്കം മാത്രം, ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എന്താ പറയുക, ഈശോയോടുള്ളൊരു ബന്ധം കൊണ്ട് മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. അതെ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് വേണ്ടി ഒരു സഹായം ചെയ്യണം എന്ന് ആരെങ്കിലും താല്പര്യപ്പെട്ടാൽ എങ്ങനെയാണ് സഹായിക്കാനായിട്ട് സാധിക്കുക? അകലങ്ങളിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാലോ, ഇപ്പോൾ ഓരോ ഇതിൻ്റെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അസീസി സ്നേഹാശ്രമം എന്ന് കൊടുത്താൽ അസീസി സ്നേഹാശ്രമം വെബ്സൈറ്റിൽ അട്ടപ്പള്ളം കുമളി അസീസി സ്നേഹാശ്രമം എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സെൻ്ററുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. യൂട്യൂബിൽ കിടപ്പുണ്ട്. പിന്നെ യൂട്യൂബിൽ അതിൻ്റെ പല വേഷം, ഇതിൻ്റെ അഭിമുഖങ്ങളും കാര്യങ്ങളും, സ്ഥാപകനെക്കുറിച്ച്, സഹസ്ഥാപികയെക്കുറിച്ച്, ഇതിൻ്റെ എല്ലാ സെൻ്ററുകളെ കുറിച്ചുള്ള ഇൻ്റർവ്യൂകൾ, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ ഓരോ സെൻ്ററുകൾക്കും നമുക്ക് ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് സഹായം കൊടുക്കാം. അപ്പോൾ അത് ഇവരുടെ മരുന്നിനുള്ളത് അല്ലെങ്കിൽ ഇവരുടെ ഭക്ഷണത്തിനുള്ളത്, അങ്ങനെ ഏത് ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിലും നമുക്ക് ഇവർക്ക് ചെയ്യാം. അപ്പം ഇവരുടെ സൈക്യാട്രി മരുന്നിനൊക്കെ നമുക്ക് ഒരുപാട് രൂപ ആകുന്നതാണ്. അപ്പോൾ ഈ പാവങ്ങളെ ഓരോ വ്യക്തികളെ സഹായിക്കുന്നതനുസരിച്ചാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതാണ് അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഇതിൻ്റെ മരുന്നിന്, പിന്നെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന മരുന്നുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൈക്യാട്രി മെഡിസിനൊക്കെ നമുക്ക് ഓൾറെഡി ഇപ്പം ഇതിൻ്റെ ഓരോന്നിനും പൈസ കൂടുതലാണ്, എല്ലാം അറിയാമല്ലോ കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കങ്ങനെ ഓരോരുത്തരോട് നമ്മൾ സ്പോൺസർ ചെയ്യിപ്പിച്ചാണ് നമ്മളിപ്പോൾ അതിൻ്റെ മരുന്ന് വാങ്ങിക്കുന്നതും ഇവരുടെ ആവശ്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഹോസ്പിറ്റൽ ചെലവുകൾ, കാര്യങ്ങൾ, പിന്നെ നമുക്കറിയാം ഒരു കെട്ടിടം എല്ലാത്തിനും മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ എല്ലാത്തിനും എല്ലാം നമുക്ക് ഇങ്ങനെ സഹായങ്ങൾ വന്നിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ച് ചോദിക്കുമ്പോൾ അതനുസരിച്ച് അവർക്ക് സഹായങ്ങൾ എത്തിക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലും പൊതുവായിട്ട് സിസ്റ്ററിന് പറയാനായിട്ടുണ്ടോ?
പൊതുവായിട്ടെന്ന് പറഞ്ഞാൽ പൊതുവായിട്ടിപ്പം പ്രായമായ മാതാപിതാക്കളുള്ള ആളുകളോട് പൊതുവെ നമ്മൾ പറയുന്നൊരു സന്ദേശമുണ്ട്, അവരവരുടെ മാതാപിതാക്കളെ അവരവർ തന്നെ നോക്കണം, അല്ലേ? അത് തീർച്ചയായിട്ടും നോക്കണം. പല വീടുകളിലും ഇന്ന് മാതാപിതാക്കളെ നോക്കാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെയുള്ളവരോട് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? മാതാപിതാക്കൾ ഇപ്പം ചിലരുടെ നമ്മളിവിടെ വന്ന് കൊണ്ടുവന്നാക്കുമ്പോൾ ചിലർ പറയും ജനിപ്പിച്ചാൽ മാത്രം പോരാ, വളർത്തണമായിരുന്നു എന്ന് പറയുന്ന ഒരു സെന്റൻസ് കേട്ടിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു ശരിയാണ്. അവരെ സംബന്ധിച്ച്, മക്കളെ സംബന്ധിച്ച് ശരിയാണ്, ജനിപ്പിച്ചാൽ പോരാ, പക്ഷെ വളർത്തണമായിരുന്നു, ശരിയാണ്. പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്, ജനിപ്പിച്ചു എന്നുള്ള ഒരു കാരണമുണ്ടല്ലോ. ഇപ്പോൾ എത്രയോ മക്കളെയാണ് ഇപ്പോൾ ജനിച്ച ഉടനെ കൊന്നുകളയണത്, ജനിക്കാൻ അനുവദിക്കാത്തത്. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അപ്പൻ അങ്ങനെ ചെയ്തില്ല. ജനിക്കാൻ അനുവദിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് മാതാപിതാക്കളെ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. അപ്പം പലപ്പോഴും തിരിച്ച് ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ അത് സിസ്റ്ററിന് അങ്ങനെ ഒരു അവസരം ഇല്ലാത്തതുകൊണ്ടാണ് തോന്നണേന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരു അവസരം എന്നതിനേക്കാൾ നമ്മൾ ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ അമ്മ അല്ലെങ്കിൽ അപ്പൻ എനിക്കൊരു ജന്മം നൽകി എന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് എനിക്ക് ഇവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത്. സാഹചര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വരുമ്പോൾ അങ്ങനെ അമ്മേനെ അല്ലെങ്കിൽ അപ്പച്ചനെ ഇവിടെ ആക്കേണ്ട വരും. അത് ചുരുക്കം പേരുടെ കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് സാധിക്കാൻ സാഹചര്യങ്ങൾ നമുക്കുണ്ട്. പല സാഹചര്യം പണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ. മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടാലും ഏതോ ഓർമ്മയില്ലെങ്കിലും പേഷ്യൻസ് ആണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണെങ്കിലും നമ്മൾ വീടുകളിലാണ് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് സാധിക്കുമല്ലോ, മനസ്സ് വെച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. അപ്പം മനസ്സ് വെച്ച് അവരുടെ കുറവുകളെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് വീടുകളിൽ തന്നെ സംരക്ഷിക്കാം. പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ സ്ഥാപനങ്ങളോ അങ്ങനെയൊക്കെ ആശ്രയിക്കാവൂ എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. കാരണം നമ്മുടെ കൂടെ മാതാപിതാക്കൾ കൂടെ നിന്ന് അവരെ സംരക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, തലമുറയിലേക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം സ്ഥാപനത്തിലുള്ളവർക്കോ സ്ഥാപനം നടത്തുന്നവർക്കോ അല്ല വേണ്ടത്. നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം നമുക്കും നമ്മുടെ തലമുറയ്ക്കും വേണ്ടിയുള്ളതാണ്. അതൊരു നമ്മുടെ മനസ്സിനെ സ്വീകരിക്കുകയാണെങ്കിൽ, അത് ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എത്ര റിസ്ക് എടുത്ത് നമുക്ക് മാതാപിതാക്കളെ നോക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും സിസ്റ്റർ ഇത്രയും സമയം സിസ്റ്ററിനെ കുറിച്ചും ഈ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ കേൾക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ്. ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നു, ഇതെല്ലാം കണ്ടു. എനിക്ക് കത്തോലിക്ക സഭയിലുള്ള ആളുകളോടും പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനോടും വൈദികരോടുമൊക്കെ വളരെയധികം നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളെച്ച് ഓർക്കുമ്പോൾ വലിയൊരു അഭിമാനമുണ്ട്. ഞാനൊരു പെന്തക്കോസ് വിശ്വാസിയാണ്, സുവിശേഷകനാണ്. പക്ഷേ ഞാൻ എക്കാലത്തും കത്തോലിക്ക സഭയുടെ അവരുടെ പ്രവർത്തനങ്ങൾ എന്നും പ്രശംസിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം അതുകൊണ്ട് വളരെ നല്ല പ്രവർത്തനങ്ങളാണ് കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളെ എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു കാണിച്ചു തന്ന മാർഗം, സ്നേഹത്തിൻ്റെ മാർഗം, അതോടെ സേവനം, അത് ഏറ്റവും നന്നായി കൊണ്ടുപോകുന്നത് കത്തോലിക്ക സഭയിലുള്ളവരാണ്, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സാണ്. ലോകത്തിൻ്റെ ഏതു ഭാഗത്തും എവിടെ ചെന്നാലും കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളെ കാണാൻ സാധിക്കും. ഞാൻ ഉത്തർപ്രദേശിൽ താമസിക്കുമ്പോഴും അവിടെ ഒരു വലിയ വനം നൗഗഡ് എന്ന് പറഞ്ഞൊരു വനത്തിൽ പോയി. അവിടെ ചെന്നപ്പോഴും അവിടെയും ഒരു കത്തോലിക്ക ഒരു പള്ളിയുണ്ട്, അവിടെയും ആശ്രമമുണ്ട്. അപ്പോൾ കത്തോലിക്ക സഭയിലുള്ള അംഗങ്ങൾ, സിസ്റ്റേഴ്സ്, വൈദികരൊക്കെ ഈ ഹൈറേഞ്ചിൻ്റെ മേഖലകളിലൊക്കെ വികസനം നടത്തിയതും ഇവിടെ സ്കൂളുകളും കോളേജുകളും എല്ലാം ആരംഭിച്ചതും കത്തോലിക്ക സഭയാണ്. അതുകൊണ്ട് തന്നെ എക്കാലത്തും മറ്റു സഭകളിൽ നിന്ന് വ്യത്യസ്തമായി ജീവകാരുണ്യ പ്രവർത്തന രംഗങ്ങളിലും മറ്റ് ആത്മീയമായും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും ഒക്കെ കാര്യങ്ങളിലും വളരെയധികം ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കത്തോലിക്ക സഭ. അതിനെ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കത്തോലിക്ക സഭ എവിടെയുണ്ടോ അവിടെ വലിയ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലോകത്തിൻ്റെ ഏത് മേഖലകളിലും. അതുകൊണ്ട് സിസ്റ്ററെ വളരെയധികം നന്ദി, ഇത്ര സമയം ഈ ചാനലിനോട് പ്രതികരിച്ചതിന്. ദൈവം സഹായിക്കട്ടെ, ധാരാളമായിട്ട് സഹായിക്കട്ടെ. താങ്ക് യു.